നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനം ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പ്രവാസികളുടെ ജീവിത രീതികളെ പാടെ മാറ്റുകയുണ്ടായി. തൊഴിൽ നഷ്ടപ്പെട്ടും വിസ കാലാവധി അവസാനിച്ചും നാട്ടിലെത്തിയ ഏറെ പേർ മനസ്സിലാക്കിയത് മറ്റൊരു പാഠമാണ്. എന്നാൽ അതിജീവനത്തിന്റെ പാതയിൽ കഴിയുന്ന പ്രവാസ ലോകത്തെ പ്രവാസികൾ ചെയ്യുന്നത് ഒന്ന് കാണാം. ഏറ്റവും വ്യത്യസ്തമായ രീതിയിലാണ് തങ്ങളുടെ ലോക്ക്ഡൌൺ കാലങ്ങളെ പ്രവാസികൾ തള്ളി നീക്കിയത്. നിരവധി മലയാളികളുടെ ഇഷ്ടവിനോദമാണ് മീൻപിടുത്തം. അതിപ്പോൾ ഗൾഫിലായാലും അങ്ങനെ തന്നെയാണ്. കോവിഡ് കാലത്ത് നേരം പോക്കിന് തുടങ്ങിയ മീൻപിടുത്തം പ്രൊഫഷണൽ രീതിയിലേക്ക് മാറിയതിന് അനുഭവം പങ്കുവയ്ക്കുകയാണ് ഒരു മലയാളി. കുട്ടിക്കാലത്തെ മീൻപിടുത്ത കഥകൾ ഓർമ്മയില്ലേ? ചൂണ്ടയിൽ കുരുക്കാൻ പറമ്പിൽ തൂമ്പ കൊണ്ട് കിളച്ച് പാവം മണ്ണിരയെ പിടിക്കുന്നത്, വേലിയിൽ നിന്ന് ആരും കാണാതെ മുളയുടെ കമ്പ് വലിച്ചൂരി ചൂണ്ടയുണ്ടാക്കുന്നത്, അതൊക്കെ മാറി തികച്ചും വ്യത്യസ്തമായ മീൻപിടുത്ത രീതിയിലേക്ക് ഇന്നത്തെ സമൂഹം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിന് ഫിഷിംഗ് എന്ന സുന്ദര പേര് നൽകി കഴിഞ്ഞു. ഖത്തറിലെ ഓർക്കിഡ് ഇന്റർനാഷണൽ എന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനിയിലെ ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ജോലിയുടെ തിരക്ക് അല്പം കുറഞ്ഞത് കോവിഡ് കാലത്താണെന്ന് മലയാളി പറയുന്നു. അതേസമയം ലോകം കോവിഡിൽ സ്തംഭിച്ചപ്പോൾ ഞാനും വർക്ക് അറ്റ് ഹോമായി മാറി. സമയം കൂടുതൽ കിട്ടിയപ്പോൾ മീൻപിടുത്തം നേരം പോക്കായി മാറി. അത്യാധുനിക ഫിഷിംഗ് ഉപകരണങ്ങളായ ഫിഷിംഗ് റോഡ്, ഫിഷിംഗ് റീൽ, ഫിഷിംഗ് ബ്രൈറ്റ് ലൈൻ, ലൂർ, ജിഗ്, പ്രോപ്പർ, സബിക്കി, ക്രോം, ബൈറ്റ് തുടങ്ങിയ ആയുധങ്ങൾ കൂട്ടിനുണ്ട്. പിന്നെ യാത്ര അൽഖോറിലേക്കും ഉംസൈദിൽ നിന്ന് 45 മിനിറ്റോളം യാത്ര ചെയ്താൽ എത്തുന്ന ഇൻലാൻഡ് സീയിലേക്കുമാണ്. മുഹ്സിൻ, റെക്സ്, ഷീറിൽ, ബാസിദ്, സുജീർ, അസർ എന്നീ കൂട്ടുകാർ മിക്ക യാത്രകളിലും കൂടെ ഉണ്ടാകും. അങ്ങനെ മരുഭൂമിയിലൂടെയുള്ള ഡ്രൈവ് മാത്രം പറ്റാവുന്ന ഇൻലാൻഡ് സീ അഥവാ കോർ അൽ ഉദൈദ് സൗദിയുടെ അതിർത്തി പങ്കിടുന്ന മനോഹരമായ സ്ഥലം കൂടിയാകുന്നു. മുൻകാലങ്ങളിൽ ശൈത്യസമയത്ത് ഖത്തരികൾ മാത്രം അത്യാധുനിക സൗകര്യത്തോടു കൂടെ കുടിൽ കൂട്ടി താമസിച്ചിരുന്ന ഇടമാണിത്. ഇപ്പോൾ പ്രവാസികളടക്കം ഒഴിവു ദിനങ്ങൾ ചിലവഴിക്കാൻ ഇവിടെ എത്തുന്നതായാണ് മലയാളി പറയുന്നത്. നാട്ടിലെ രാജാവായ കിങ് ഫിഷും അതായത് ഐക്കുറയും ഹമ്മൂർ, ബാരക്കൂട തുടങ്ങിയ മീനുകളെ പിടിക്കുന്നതിന്റെ ഹരമൊന്ന് വേറെ തന്നെയാണെന്നും മലയാളി വ്യക്തമാക്കുന്നു. 14 കിലോ തൂക്കമുള്ള കിങ് ഫിഷും ഈ അടുത്ത് ചൂണ്ടയിൽ കുരുങ്ങിയതായി മലയാളി പറയുകയുണ്ടായി. മറ്റുള്ളവർക്ക് ഇത്തരത്തിൽ പുതിയ ഫിഷിംഗ് രീതി പരിചയപ്പെടുത്താൻ ഫിഷിംഗ് ടെയിൽസ് ഔട്ട്ഡോർസ് എന്ന യൂട്യൂബ് ചാനലും ഇദ്ദേഹം തുടങ്ങിയിട്ടുണ്ട്. ദോഹ മറൈൻ ഗ്യാങ് DMG എന്ന പേരിൽ ഫിഷിംഗ് ക്ലബ് രൂപവൽക്കരിച്ചു കഴിഞ്ഞു. നിലവിൽ ക്ലബിൽ 210ഓളം അംഗങ്ങളും ചേർന്നിട്ടുമുണ്ട്. പ്രവാസികളുടെ വ്യത്യസ്തമായ ലോക്ക്ഡൌൺ കാഴ്ചകൾ ഇതാകുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.